ഹായ് ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മൈ ലിറ്റിൽ വേൾഡ്. അപ്പോൾ ഇന്ന് ഉത്രാടം. അപ്പോൾ നമുക്കൊരു ഉത്രാടപ്പാച്ചിലിന് പോയാലോ? ഞാനും മക്കളും കൂടിയിട്ടാണ് ഉത്രാടപ്പാച്ചിലിന് പോകുന്നത് കേട്ടോ. ഞങ്ങളെല്ലാ കൊല്ലം പോകാറുള്ളതാണ് ഉത്രാടപ്പാച്ചിലിന്. ഉത്രാടപ്പാച്ചിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓണത്തിൻ്റെ തലേ ദിവസം നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഇല്ലാത്തതുണ്ടെങ്കിൽ മേടിക്കാൻ പോകുന്ന പാവപ്പെട്ടവനും പണക്കാരനും എന്താ പറയുക പ്രായഭേദമന്യേ എല്ലാവരും പോകുന്ന ഒരു കാര്യമാണ്. ഞങ്ങൾ പക്ഷേ ജസ്റ്റ് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇറങ്ങുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും മൂന്നാൾ കൂട്ടാണ് ഈ പ്രാവശ്യം പോകുന്നത് കേട്ടോ. ഞങ്ങൾ എല്ലാ കൊല്ലം മൂന്നാൾ കൂട്ടാണ് പോകാറ്. ഞങ്ങൾ പക്ഷേ ഇത്തിരി നേരം വൈകിട്ടാണ് പോകാറ്. ഇന്ന് ഇപ്പോൾ നേരത്തെ ഇറങ്ങിയെന്ന് മാത്രം. ഒരു 4 മണിയോട് കൂടിയിട്ടാണ് ഞങ്ങൾ പോകാറ്. ഈ പ്രാവശ്യം ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങിയെന്ന് വെച്ചാൽ 2 ദിവസമായിട്ട് മഴയും കാര്യങ്ങളൊക്കെ ആയാലും കുറച്ച് നേരത്തെ ആക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ മൂന്നാളും ഭയങ്കര ഹാപ്പിയാണ്, രണ്ടാളും ഭയങ്കര ഹാപ്പിയാണ്. വേറെ ഒന്നുമല്ല, ഇന്നത്തെ ദിവസം ഞാൻ ലീവ് ആയ കാരണം ഭയങ്കര ഹാപ്പി കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങൾ ബസ്സിലാണ് പോകുന്നത്, വണ്ടി എടുക്കാൻ നിന്നില്ല. കാരണം മഴയും കാര്യങ്ങളൊക്കെയാണ്. കാലാവസ്ഥ ഇങ്ങനെയാണ്, എപ്പോഴാണ് മാറുക എന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് കാലാവസ്ഥ നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങൾ മൂന്നാളും കൂടി നടന്നിട്ടാണ് പോകുന്നത്. ഞങ്ങൾ അങ്ങനെ ഇവിടേക്ക് എത്തി. ഞങ്ങൾ മെയിനായിട്ട് പോകുന്നത് ഇവൾക്ക് ചെറിയ ആൾക്ക് ചെരുപ്പില്ല, അപ്പോൾ ചെരുപ്പ് മേടിക്കണം. ഞങ്ങളപ്പോൾ ബസ് കയറി മുനിസിപ്പൽ സ്റ്റാൻഡിലെത്തി. മുനിസിപ്പൽ സ്റ്റാൻഡിൽ തന്നെ അവിടെ തുടങ്ങിയിട്ടാണ്. നമ്മുടെ സൺഡേ മാർക്കറ്റ് പോലെ എല്ലായിടത്തും തുടങ്ങിയിട്ടോ. അപ്പോൾ അത് ചീപ്പ് റേറ്റിന് സാധനങ്ങളൊക്കെ വിൽക്കുന്നുണ്ട്. എല്ലാവരും ഇങ്ങനെ എല്ലാ വീട്ടിൽ നിന്നും എന്താ പറയുക ഓണത്തിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ സാധനങ്ങളൊക്കെ മേടിക്കാൻ വന്നിട്ടുണ്ട്. എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ ചെറിയ കുട്ടി മുതൽ വലിയ ആൾക്കാർ വരെ നമുക്കിവിടെ കാണാൻ സാധിക്കും. കാരണം അത്രയും അധികം തിരക്കിലാണ് നടക്കുന്നത് തൃശ്ശൂർ. ഇപ്പോൾ 2 ദിവസം മഴയൊക്കെ കാരണം ആൾക്കാർ അധികം പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നാണ് കൂടുതൽ ആൾക്കാർ പുറത്തേക്ക് ഇറങ്ങിയെന്ന് തോന്നുന്നു. വെക്കേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്ത് വരും, അത് കാരണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് തന്നെ ഞങ്ങൾ ഇവിടെ ഈ കടയിൽ 100 രൂപയ്ക്ക് ഷർട്ടും സാരിയൊക്കെ കൊടുക്കുന്നുണ്ട്. ചീപ്പ് റേറ്റിനാണ്. അപ്പോൾ ആൾക്കാർ അതൊക്കെ മേടിക്കാൻ, ഓണക്കോടിയൊക്കെ ചിലർ മേടിക്കാൻ നിൽക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞത് ഞങ്ങൾ മെയിനായിട്ട് ഞങ്ങൾ ചെരുപ്പ് മേടിക്കാനെന്ന് പറഞ്ഞോളൂ. അപ്പോൾ ഞാനും എൻ്റെ മോൾക്കും ചെരുപ്പ് സ്കൂളിലേക്ക് സാൻഡലാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ അവൾക്ക് വീട്ടിലിടാൻ ചെരുപ്പ് ഉള്ളത് കാരണം പൊട്ടി. അപ്പോൾ ഞാൻ അവൾക്ക് ചെരുപ്പ് മേടിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചെരുപ്പ് മേടിക്കാൻ കൊണ്ടുപോകണം. അങ്ങനെ ഞങ്ങൾ ചെരുപ്പൊക്കെ മേടിച്ച് കഴിഞ്ഞ് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ ഫസ്റ്റത്തെ കച്ചവടം തന്നെ ചെരുപ്പിലാണ് സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ. ചെരുപ്പൊക്കെ മേടിച്ച് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ കുറച്ച് നടന്നപ്പോഴാണ് സബ്വേയുടെ അവിടെ ഒരു ആൾക്കൂട്ടം കണ്ടത്. അപ്പോൾ ആൾക്കൂട്ടം എന്താണെന്നറിയാൻ വേണ്ടി ഞങ്ങൾ ജസ്റ്റ് സബ്വേയുടെ അവിടെ പോയി നോക്കിയപ്പോഴാണ് അവിടെ അടിപൊളി മാലകളുടെ ഒരു പ്രത്യേക കളക്ഷൻ തന്നെ ഞങ്ങളവിടെ കണ്ടു കേട്ടോ. അപ്പോൾ വേറെ ഒന്നും നോക്കിയില്ല, ഞങ്ങളവിടെ വേഗം നുഴഞ്ഞ് കയറി. പിന്നെ ഇവിടെ ബാഗ് വിൽക്കുന്ന ചേട്ടൻ്റെ കേട്ടോ. ഈ മൂലയിൽ ബാഗ് വിൽക്കുന്ന ചേട്ടൻ്റെ കടയിൽ നിന്ന് മെയിനായിട്ട് ഞങ്ങൾ കുറേ ബാഗുകളൊക്കെ മേടിക്കാറുണ്ട്. ഏത് പരിപാടിക്ക് പോയാലും ഈ ചേട്ടൻ്റെ കടയിൽ നിന്ന് ബാഗാണ് മെയിനായിട്ട്. ഈ ഹിന്ദി ചേട്ടൻ എവിടെയായാലും ബാഗ് വിൽക്കണമെങ്കിൽ ഈ ചേട്ടൻ്റെ കടലത്തെ ഒരുവിധം ബാഗൊക്കെ എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ, ഒരു ചേട്ടൻ കൊടയിലാണ് സാധനങ്ങൾ വിൽക്കുന്നത്. അപ്പോൾ ഈ കൊടയിൽ എന്താണ് വിൽക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളവിടെ നുഴഞ്ഞ് കയറിയപ്പോഴാണ് അറിയുന്നത് 100 രൂപയ്ക്ക് മാല, ട്രഡീഷണൽ മാലകളാണ് വിൽക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഏത് സാരിയുടെ കൂടെ ആയാലും പട്ടുപാവാട ബ്ലൗസ് അങ്ങനെയുള്ള എല്ലാ ഐറ്റത്തിൻ്റെ കൂടെയും ഈ സാധനം യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ തിരക്ക് കണ്ടിട്ടാണ് ഞങ്ങൾ കയറാൻ നോക്കിയത്. അപ്പോൾ ഞാൻ എനിക്ക് അപ്പോൾ ആലോചിച്ചു, ഈശ്വരായി ചേട്ടൻ ഓണ സെലിബ്രേഷൻ്റെ ടൈമിലൊക്കെയാണ് കണ്ടെങ്കിൽ കുറേ മേടിച്ച് കൂട്ടേണ്ട ഗതികേടായിരുന്നു. ഞങ്ങളപ്പോൾ മാല നോക്കി തുടങ്ങിയിട്ടോ. കാരണം ട്രഡീഷണൽ മാലകളാണ്, വലിയ റേറ്റൊന്നും കാര്യങ്ങളൊന്നും കാണാനില്ല. അപ്പോൾ നമ്മൾ മീഷോയിൽ 150 രൂപ 200 രൂപയ്ക്ക് വിൽക്കുന്ന മാലയാണ് നമുക്കിവിടെ 100 രൂപയ്ക്ക് ജസ്റ്റ് വിൽക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഡെലിവറി ചാർജ് ഒന്നും ഇല്ലാതെയാണ് നമുക്ക് നേരിട്ട് മേടിക്കാൻ പറ്റുന്നത്. അതുപോലെ കല്ല് വെച്ച മാലകളൊക്കെ ഉണ്ട് കേട്ടോ. കല്ലിൻ്റെ മാലകളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് നമ്മൾ സെലക്ട് ചെയ്തെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ട്രഡീഷണൽ ഐറ്റംസാണ് മെയിനായിട്ട് ഇവിടെ കാണാനുള്ളത്. അപ്പോൾ നമുക്ക് ഓണമൊക്കെ ആകുമ്പോൾ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ, ഉത്രാടപ്പാച്ചിലിൻ്റെ മെയിൻ കാരണം എന്ന് ഞാൻ വരുന്നതിൻ്റെ മെയിൻ കാരണങ്ങൾ ഇങ്ങനത്തെ വെറൈറ്റി സാധനങ്ങൾ നമുക്ക് റേറ്റ് കുറവിന് നമുക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യമാണ് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ ഞാനിവിടെ കാണുന്നത്. സാധാരണ വളയൊക്കെയാണ്, കുപ്പിവള അങ്ങനത്തെ വെറൈറ്റി വളകളൊക്കെയാണ് കാണാറ്. അപ്പോൾ ഈ പ്രാവശ്യം വന്നപ്പോൾ വെറൈറ്റി മാലകളാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഞാൻ 2 സെറ്റ് മാല ഞാൻ മേടിച്ചിട്ടോ. നല്ല ഭംഗിയുള്ള 2 സെലക്ട് ചെയ്തിട്ടാണ് ഞാൻ അതിൽ നിന്ന് സെലക്ട് ചെയ്ത് കൊടുത്തത്. അപ്പോൾ വേറെ ആൾക്കാർ വരുന്നവരൊക്കെ മേടിക്കുന്നുണ്ട്, വണ്ടി നിർത്തിയിട്ടൊക്കെ മേടിക്കുന്നവരുണ്ട്. ഇതൊക്കെ നമുക്ക് നമ്മുടെ ഒരു 2-3 യൂസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അതേ കാശുമാലയൊക്കെ 100 രൂപ, ജസ്റ്റ് 100 രൂപയാണ്. അത്രയും നല്ല ഭംഗിയിലാണ്. അതും നമ്മൾ നോക്കിയെടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മളത് സെലക്ട് ചെയ്തെടുക്കണം. പിന്നെ കല്ല് വെച്ച മാലകൾക്കൊക്കെ ഞാൻ പറഞ്ഞില്ലേ 100 രൂപ, അത് സിൽവറിൻ്റെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ സിൽവറിൻ്റെ മാല നോക്കാൻ പോയില്ല, ഞാൻ ഗോൾഡിൻ്റെ 2 മാല ഞാൻ മേടിച്ചു. മക്കൾക്കും എനിക്കും കൂടിയിട്ട് മേടിച്ചു കേട്ടോ. അപ്പോൾ രണ്ടാൾക്കും കളർ ചേഞ്ച് മാലകളാണ് മേടിച്ചത്. ഒരാൾക്ക് കാശുമാലയാണെങ്കിൽ മറ്റാൾക്ക് വേറൊരു മോഡൽ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ മേടിക്കലൊക്കെ കഴിഞ്ഞത് ഞങ്ങൾ വടക്കുന്നാഥൻ്റെ മണ്ണിലേക്ക് കാല് കുത്തുകയാണ് കേട്ടോ. വടക്കുന്നാഥൻ്റെ മണ്ണിലേക്ക് കാല് കുത്തിയപ്പോൾ കണ്ടില്ലേ, ഇവിടെ ഫസ്റ്റ് നമ്മുടെ ഓണം തുടങ്ങി എന്നതിനെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് തൃക്കാരപ്പനയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ കൊല്ലം വരുമ്പോഴൊക്കെ എല്ലാ കൊല്ലം വരുമ്പോഴും തൃക്കാരപ്പൻ്റെ അടുത്ത് നിന്നൊക്കെ ഫോട്ടോ ഒക്കെ എടുക്കാറുണ്ട്. ഇപ്രാവശ്യം മഴയും ചളിപൊളിയൊക്കെ ആയ കാരണം ഞങ്ങൾ അങ്ങനെ നിന്ന് ഫോട്ടോയൊന്നും എടുക്കാൻ നിന്നില്ല. അത് കഴിഞ്ഞ് വടക്കുന്നാഥൻ്റെ മണ്ണിലേക്ക് എൻ്റർ ചെയ്തപ്പോൾ കണ്ടില്ലേ, ഇവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്ത് കച്ചവടങ്ങൾ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ.
ഇത് നമുക്ക് നാലോണം വരെ ഇവിടെ ഈ കടകളൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇതേ കച്ചവടങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. അതായത് മഴയൊക്കെ കാരണം അവർ കുറേ പേര് കച്ചവടങ്ങളൊക്കെ അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഈ കടയിൽ നോക്കിയപ്പോൾ 30 രൂപ, 50 രൂപ, 100 രൂപ, 120 രൂപ. പക്ഷേ ഞങ്ങൾ 100 രൂപയ്ക്ക് മേടിച്ച മാലയാണ് ഇവിടെ 100 രൂപയ്ക്ക് ഇവിടെ വിൽക്കുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് സമാധാനമായി. 100 രൂപയ്ക്കാണെങ്കിൽ നമുക്ക് കിട്ടിയില്ലോ എന്ന് വിചാരിച്ച് സമാധാനം വെച്ചു. അത് കഴിഞ്ഞ് കമ്മൽ കട ഇവിടെ എവിടെ നോക്കിയാലും നമുക്ക് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ നമുക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. അപ്പോൾ എല്ലാ പ്രായക്കാരും പ്രായഭേദമന്യേ എല്ലാവരും വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളിവിടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ആദ്യം ഒന്ന് കറങ്ങി കേട്ടോ. മൊത്തത്തിൽ ഞാനും എൻ്റെ മകളും കൂടി ജസ്റ്റ് ഒന്ന് കറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് കണ്ടില്ല ഇവിടെ ഫസ്റ്റ് ചെന്നപ്പോൾ തൃക്കാരപ്പനെ വെക്കണം. കാരണം തൃക്കാരപ്പൻ്റെ തിരക്കാണ്. തൃക്കാരപ്പൻ നമ്മൾ പണ്ടൊക്കെ നമ്മുടെ വേലിയുടെ അതിർത്തിയിൽ നിന്നിറന്നാണ് തുമ്പപ്പൂ. അതിപ്പോൾ കാശ് കൊടുത്ത് മേടിക്കേണ്ട ഗതികേടായി എന്ന് പറഞ്ഞ അവസ്ഥയാണ്. അപ്പോൾ ചട്ടി, ചീഞ്ചട്ടി, ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും, അതെ പാവകൾ, പാത്രങ്ങൾ, ഡ്രസ്സ്, എല്ലാ സാധനങ്ങളും നമുക്ക് ഈ ഒരു ചന്തയിൽ വന്നാൽ മേടിക്കാൻ പറ്റും കേട്ടോ. അതും റേഞ്ച് കുറവിനാണ് അത് വിൽക്കുന്നത് കേട്ടോ. അതേപോലെ ഇപ്രാവശ്യം ആദ്യമായിട്ട് തുടങ്ങിയതാണ് ചെരുപ്പ് കടയൊന്നും ഉണ്ടാവാറില്ല. അപ്പോൾ ഇപ്രാവശ്യം ആദ്യമായിട്ട് ചെരുപ്പ് കടയൊക്കെ ഞാൻ കണ്ടു കേട്ടോ. അപ്പോൾ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഷോപ്പ് ചെയ്യാനൊക്കെ പറ്റും. ഇപ്പോൾ അതേപോലെ ബാഗുകൾ പിന്നെ എല്ലാ കൊല്ലവും ഉണ്ടാവാറുണ്ട്. അതേപോലെ ഈ ചേട്ടൻ എല്ലാ കൊല്ലവും വരുന്നതാണ് കേട്ടോ, പലാസോൻ്റെ ചേട്ടൻ. അതേപോലെ ജഗ്ഗിങ്സ് കാര്യങ്ങൾ, പിന്നെ കൊട്ട 3 കൊട്ട 100 രൂപ അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്, മുറണ്ടോ. അപ്പോൾ നമുക്ക് ഇതിപ്പോൾ 4 വരെ ഇവിടെ അവൈലബിൾ ആണ് ഈ കടകൾ. അപ്പോൾ പോകാത്തവരാണെങ്കിൽ ജസ്റ്റ് ഇന്ന് ഓണം കഴിഞ്ഞിട്ടായാലും അതെ ജസ്റ്റ് ഒന്ന് ചെന്ന് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് വെറുതെ ഒന്ന് ജസ്റ്റ് കറങ്ങി പോരാട്ടോ. അത്രയും അഫോർഡബിൾ റേറ്റിനാണ് ഓരോ സാധനങ്ങളും നമുക്കിവിടെ വാങ്ങാൻ സാധിക്കട്ടോ. അപ്പോൾ പിന്നെ ഇന്ന് വൈകുന്നേരം പോവുകയാണെങ്കിൽ ഒന്നും കൂടി റേഞ്ച് കുറവിന് നമുക്ക് കിട്ടും. ഇപ്പോൾ 350 രൂപയ്ക്ക് വിൽക്കുന്ന സാധനം വൈകുന്നേരം ആകുമ്പോൾ ചിലപ്പോൾ 100 രൂപയ്ക്കൊക്കെ സെറ്റ് കൊണ്ട് വിൽക്കാട്ടോ. അതും ഉണ്ടാവാറുണ്ട്. കാരണം ഞങ്ങൾ വൈകുന്നേരം പോകുമ്പോൾ ഭയങ്കര അവർക്ക് എങ്ങനെയെങ്കിലും കച്ചവടം തീർത്താൽ മതി എന്ന് വിചാരിച്ചിട്ട് അവർ 100 രൂപയ്ക്കൊക്കെ ഈ സെയിം സാധനം തന്നെ വിൽക്കൂട്ടോ. അപ്പോൾ ഞങ്ങൾ മൊത്തത്തിലൊന്നും കറങ്ങി മേടിക്കാനുള്ള സാധനങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ലിസ്റ്റ് ചെയ്തിട്ട് പോയിട്ടാണ് ഞങ്ങൾ ഒന്ന് എല്ലാ കടകളിലും ഒന്ന് എന്തൊക്കെ കടകളുണ്ട് എന്ന് ആദ്യം മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം ഏതൊക്കെ കടകളിൽ കയറണം എന്ന് മനസ്സിലാക്കിയിട്ടാണ്. ഏതൊക്കെ കടകളിൽ കയറണം എന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ കറങ്ങാൻ പോകുന്നത് തന്നെ. അപ്പോൾ ബാഗ് വിൽക്കുന്നുണ്ട്, ചെരുപ്പ് വിൽക്കുന്നുണ്ട്, അതേപോലെ എന്താ പറയുക എല്ലാ സാധനങ്ങളും, ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും, അതായത് മേക്കപ്പ് സാധനങ്ങളായാലും വള, മാല, ഉടുപ്പ്, എന്താ പറയുക ഹൽവ, നമ്മുടെ ബേക്കറി സാധനങ്ങളായാലും അതെല്ലാം ഈ ഒരു ഭാഗത്ത് ചെന്നാൽ നമുക്ക് കഴിക്കാൻ പറ്റും. കുട്ടികളെ കൊണ്ട് വരുന്നത് സൂക്ഷിക്കണം. കാരണം വാശിയുള്ള മക്കളൊക്കെയാണെങ്കിൽ നമ്മൾ പെടും. കാരണം അത്രയും അധികം കളിപ്പാട്ടങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വിൽക്കുന്നത് കേട്ടോ. പിന്നെ മാക്സി വിൽക്കുന്നുണ്ട്. മാക്സി ഒന്നും ഞാൻ അങ്ങനെ നോക്കിയില്ല. പിന്നെ കരിമ്പിൻ ജ്യൂസ് ഐറ്റംസ് കുറേ ഉണ്ട്. അതേപോലെ പാനിപൂരി അങ്ങനത്തെ കുറേ സാധനങ്ങൾ ഇതില്ലേ കളിപ്പാട്ടങ്ങളുടെ കടകളൊക്കെ ഞാൻ കണ്ടു കേട്ടോ. കളിപ്പാട്ടങ്ങളിൽ നിന്ന് ഞാൻ മേടിക്കാൻ പോയില്ല, കളിപ്പാട്ടം കാര്യങ്ങളൊന്നും നോക്കാൻ പോയില്ല. എൻ്റെ മക്കൾക്ക് അങ്ങനെ വലിയ താല്പര്യമില്ലാത്ത കാരണം, പിന്നെ അവർക്കൊക്കെ ഒരു പ്രായം കഴിഞ്ഞ കാരണം പിന്നെ അവർ കളിപ്പാട്ടങ്ങളൊന്നും നോക്കാൻ നിന്നില്ല. മെയിനായിട്ട് ഞങ്ങൾ പോയത് കമ്മൽ കടയിലേക്കാണ് കേട്ടോ. കമ്മൽ കടയിൽ വെറൈറ്റി കമ്മലുകൾ, അതായത് 30-ൻ്റെയും 20-ൻ്റെയും ഞാൻ ഇൻസ്റ്റയിൽ റീൽ കണ്ടിട്ടാണ് മെയിനായിട്ട് ഈ ഉത്രാടച്ചന്തയിലേക്ക് പോയത് തന്നെ. ഉത്രാടപ്പാച്ചിലിന് പോകുന്നത് തന്നെ മെയിനായിട്ട് കമ്മൽ മേടിക്കാൻ തന്നെയാണ്. അപ്പോൾ അതേ ബാഗുകളുടെ കളക്ഷൻസ് ഇതൊക്കെ പുതിയത് വന്നതാണ് കേട്ടോ. ഈ കടയിൽ നിന്ന് ഉണ്ടായിരുന്നില്ല, ഇപ്രാവശ്യം പുതിയതായിട്ടാണ് വന്നതാണ്. റെഡിമെയ്ഡ് ബ്ലൗസിൻ്റെ ഡ്രസ്സുകളുടെ ഒക്കെ ഷോപ്പ്. ഞാൻ എല്ലാ കൊല്ലം പോകാറുണ്ടെങ്കിലും ഇങ്ങനത്തെ ഒരു കട ഞാൻ കാണാറില്ല. പിന്നെ ഈ 30 രൂപയുടെ കട എല്ലാ കൊല്ലം ഉണ്ടാവാറുണ്ട് കേട്ടോ. പ്ലാസ്റ്റിക് പാത്രമായാലും സ്റ്റീൽ പാത്രമായാലും ഏതെടുത്താലും 30 എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഓണത്തിനും ആയാലും പൂരത്തിനായാലും തൃശ്ശൂർ എന്ത് വിശേഷണമെങ്കിലും ഇങ്ങനത്തെ ഒരു കട നമുക്ക് മസ്റ്റാണ്. അതേപോലെ ഞാൻ പറഞ്ഞില്ലേ 100 രൂപയുടെ സെറ്റുമുണ്ട്, സെറ്റ് സാരി, മുണ്ടുകളാണ് മെയിനായിട്ട്. കൂത്താമ്പുള്ളി 3 തോർത്ത് 100 രൂപ. അങ്ങനെ കൂത്താമ്പുള്ളി മുണ്ടുകൾ കുറേ പേര് ഇങ്ങനെ വിൽക്കണം കണ്ടു. അത് കഴിഞ്ഞ് കുറേ പേര് മഴക്കാലം കടകൾ അടയ്ക്കുന്നുണ്ട്, ചിലർ തുറക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങളിതൊരു കടയിൽ കയറിയപ്പോഴാണ് കുറേ അധികം വെറൈറ്റി സാധനങ്ങളൊക്കെ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു കേട്ടോ. എന്തൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറ്റുന്ന രീതിയിൽ ഞാൻ എല്ലാം പകർത്തിയിട്ടുണ്ട്. കുറേ കൈച്ചെയിൻ്റെ കട, കൈച്ചെയിനിൽ പലതരം വെറൈറ്റി കൈച്ചെയിനുകളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഞാൻ കാണുന്നതൊക്കെ ഞാൻ എനിക്ക് പരമാവധി എൻ്റെ ഒരു ലഭ്യത വെച്ച് ഞാൻ നിങ്ങളെല്ലാവരെയും ഞാൻ ഈ വീഡിയോയിൽ പകർത്തിയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും അതായത് നല്ല തിരക്കുമുണ്ട്. പിന്നെ അതേപോലെ മഴേനെ പേടിച്ചിട്ടാണ് പലരും നടക്കുന്നത്. മഴയും ചളിപിളിയും അതൊന്നും ആൾക്കാർ ചിലരൊന്നും അത് വകവയ്ക്കുന്നില്ല. എന്ത് മഴ എന്ത് ഇതെന്നുള്ള രീതിയിലാണ് എല്ലാവരും നല്ല എൻജോയ് ചെയ്തിട്ടാണ് നടക്കുന്നത്. ഡ്രസ്സുകൾ വിൽക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ വൈകുന്നേരം ആവും തോറും നല്ല തിരക്ക് കൂടും. അപ്പോൾ പിന്നെ നോക്കിയാൽ ഇന്നതും കൂടെയുള്ള ഈ ഫ്ലവർ ഷോപ്പിൻ്റെ ഇന്നാണ് ലാസ്റ്റ് ഡേ. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഉത്രാടം കഴിഞ്ഞാൽ പൂക്കളൊന്നും ഇടില്ലല്ലോ. അത് കാരണം അവിടെ ആൾക്കാരെ വിളിച്ച് കൂട്ടണം, വേഗം വായോ ചേച്ചി റേറ്റ് കുറഞ്ഞ് തരാമെന്നൊക്കെ പറഞ്ഞ് വിളിച്ചു കിട്ടും. അപ്പോൾ പക്ഷേ നമ്മളിന്ന് വൈകുന്നേരത്തോടുകൂടി തൃക്കാരപ്പനെ വെക്കുന്ന കാരണം നമ്മൾ പൂക്കളൊന്നും ഇടില്ല. അപ്പോൾ അതേ തൃക്കാരപ്പൻ്റെ സാധനങ്ങൾ മേടിക്കുന്നവരുണ്ട്, പൂക്കൾ തൃക്കാരപ്പനെ കുത്താൻ വേണ്ടി പൂക്കൾ മേടിക്കുന്നവരുണ്ട്. കുറേ സാധനങ്ങൾ നമുക്കിവിടെ വന്നാൽ കുറേ കാണാൻ പറ്റും കേട്ടോ.
ഇതൊക്കെ നമ്മുടെ പണ്ടത്തെ സംസ്കാരം കുട്ടികളെ പഠിപ്പിക്കാനും പറ്റും. നമുക്ക് അത്രയധികം സാധനങ്ങൾ പൂക്കളുടെ കട പൂക്കൾ സ്റ്റാളിലൊക്കെ ഇപ്പോൾ സാധാരണ ഉത്രാടത്തിൻ്റെ അന്ന് വരെ നല്ല തിരക്കാവും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. ഇന്ന് മൊത്തത്തിൽ തിരക്കുറവാണ്. ഇത് കഴിഞ്ഞ് ഈ കടയിലെത്തിയപ്പോൾ നമ്മുടെ മീഷോ പ്രൊഡക്ട്സ് കുറേ കാര്യങ്ങൾ ഇവിടെ ഇരിക്കണത്. ഈ ബുദ്ധന്മാരൊക്കെ നമ്മുടെ മീഷോയിലാണ് ഞാൻ കാണാറ്. അത് കഴിഞ്ഞ് പൂക്കടയിൽ കണ്ടില്ലേ തിരക്ക് കുറവാണ്. അത് കാരണം വീണ്ടും നമ്മുടെ പൂക്കടയിൽ കഴിഞ്ഞിട്ട് വീണ്ടും നമ്മുടെ മീഷോ ഷോപ്പിലേക്ക് ഞാൻ തിരിച്ചെത്തിട്ടോ. അപ്പോൾ മീഷോ ഷോപ്പിലേക്ക് എത്തിയപ്പോൾ കണ്ടില്ലേ നല്ല ഭംഗിയുണ്ട്. ധ്യാനലിംഗത്തെ ശിവനും കാര്യങ്ങളൊക്കെ കണ്ടു. അത് കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത കടയിലേക്ക് ചെന്നപ്പോഴാണ് നമ്മുടെ 19 കിഡ്സിന് എന്താ പറയുക 19 കിഡ്സിന് ഓർമ്മ വരും ഈ ബോൾ കണ്ട. ഈ ബോൾ കുറേയധികം ഉപയോഗിച്ചവരായിരിക്കും 19 കിഡ്സ്. അതേപോലെ ഈ കടകളിൽ ചെന്നപ്പോൾ പലതരം വെറൈറ്റി സാധനങ്ങൾ ഇപ്പോൾ ആലുംകുപ്പി പോലത്തെ കാണുന്നത് വേറെ ഒന്നുമല്ല കട്ടറാണ് കേട്ടോ. അതേപോലെ പേനകൾ തന്നെ പല വെറൈറ്റി ഞാൻ കണ്ടു കേട്ടോ. കൊക്കിൻ്റെ രീതിയിലുള്ള പേന, അതേപോലെ തീപ്പട്ടിക്കോല്, അങ്ങനത്തെ കാണില്ലേ പല വെറൈറ്റി. ജിറാഫിൻ്റെ തലയുള്ള പേന, കുറേ സാധനങ്ങൾ കാണാൻ പറ്റിയിട്ടോ. ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ കുറച്ച് മേക്കപ്പ് എന്താ പറയുക കുറച്ച് കാര്യങ്ങൾ ക്ലിപ്പും കാര്യങ്ങളൊക്കെ മേടിച്ച് കഴിഞ്ഞ് ഞങ്ങൾ കമ്മൽ കടയിലേക്ക് വന്നിട്ടോ. കമ്മൽ കട വന്നപ്പോൾ പലതരം വെറൈറ്റി ബായുടെ കടയാണ്. ഇപ്പോൾ ബായുടെ കടയിലാണെങ്കിൽ നമ്മുടെ വെറൈറ്റി കമ്മലുകളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. തൃശ്ശൂർക്ക് പോകുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് റൗണ്ടിൽ ഈ ബായുടെ കടയിൽ ഒന്ന് കയറി നോക്കാട്ടെ. നമുക്ക് അഫോർഡബിൾ റേറ്റിന് 50 രൂപയൊക്കെ ഉള്ളൂ കേട്ടോ ഈ ബായുടെ കടയിൽ കമ്മലുകൾ. അത്രയും നല്ല അടിപൊളി റേറ്റിനാണ് ഞാൻ ഇവിടുന്ന് കമ്മൽ മേടിച്ചത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല കമ്മൽ എന്ന് പറഞ്ഞാൽ അടിപൊളി കമ്മൽ കേട്ടോ. നല്ല അടിപൊളി കമ്മലാണ്. അത് കഴിഞ്ഞ് അപ്പുറത്ത് തന്നെ വേറൊരു കുട്ടി വിൽക്കുന്നുണ്ട്. അവൻ്റെ കടയിലാണെങ്കിൽ 30 രൂപയുള്ള, പക്ഷേ അവൻ്റെ കടയിൽ അത്രയധികം കളക്ഷൻസ് ഇല്ലെങ്കിലും അത് എന്നാലും കുഴപ്പമില്ല എന്ന് പറയാം. ബായുടെ കടയിലാണെങ്കിൽ വെറൈറ്റി വലിയ വലിയ കമ്മലുകളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ 150 രൂപ 200 രൂപയൊക്കെ മേടിക്കുന്ന കമ്മലുകളാണ് ഇവിടെ എന്താ പറയുക ഇവൻ 30 രൂപയ്ക്ക് ബായുടെ കടയിൽ 50 രൂപയ്ക്കൊക്കെ വെക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വില പേശിയിട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് ചീപ്പ് റേറ്റിനൊക്കെ സാധനങ്ങൾ കിട്ടും കേട്ടോ. ഇതിപ്പോൾ ഇവൻ്റെ കടയിൽ നിന്ന് ഞാൻ മറ്റേ അന്യൻ സിനിമയിൽ ഇറങ്ങിയ ഒരു റൗണ്ട് കമ്മൽ മേടിച്ചു ബ്ലാക്ക് മെറ്റലിൻ്റെ. അത് കഴിഞ്ഞ് കുഞ്ഞൊരു കമ്മലോണ് ഞാൻ മേടിച്ചിട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോകുന്ന വേറെ മേടിക്കില്ല, വേറെ കുറച്ച് സാധനങ്ങളോടും മേടിക്കാണ്ട്. ഓണക്കല്ലേ മക്കൾക്ക് വള വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് വളയൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ ഞാൻ ഈ കടകളിലൊക്കെ കയറി കണ്ടു കമ്മലിൻ്റെ ഭംഗിനെ കാണുമ്പോൾ. ഈ കടയിൽ പിന്നെ എന്താണെന്ന് വെച്ചാൽ വലിയ കമ്മലുകളില്ലേ, ഇവൻ്റെ കടയിൽ ചെറിയ കമ്മലുകളുള്ളൂ കേട്ടോ. നമ്മുടെ സാധാരണക്കാർക്ക് അതായത് എന്നെ പോലുള്ള കുഞ്ഞു കമ്മലുകൾ ഇടുന്നവർക്ക് പറ്റുന്ന കമ്മലുകളാണ് കേട്ടോ. ഞാനങ്ങനെ വലിയ കമ്മലുകളൊന്നും യൂസ് ചെയ്യില്ല. ഇങ്ങനത്തെ സ്റ്റഡ് മോഡൽ അങ്ങനത്തെ കുറച്ച് ഇറക്കളതൊക്കെയാണ് ഉപയോഗിക്കുക. ഇങ്ങനെ ആനവട്ടം പോലത്തെ വെഞ്ചാമരം പോലത്തെ ഒന്നും ഞാൻ ഉപയോഗിക്കാറില്ല. അപ്പോൾ ഞാൻ കുഞ്ഞു കമ്മലാണ് ഉപയോഗിക്കട്ടോ. അപ്പോൾ എനിക്ക് അതൊക്കെയാണ് കംഫർട്ടബിൾ. അപ്പോൾ അതൊക്കെ മേടിച്ച് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. ഇവിടെ പിന്നെ എനിക്കധികം റേറ്റൊന്നും കാര്യങ്ങളൊന്നും ആയില്ല. അത് കാരണം സമാധാനം. പിന്നെ എന്താ പറയുക ഇവിടെ 30 രൂപ മൊത്തത്തിൽ 50 രൂപ ആയുള്ളൂ ഈ കടയിൽ കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് കാറിലൊക്കെ വന്ന് സാധനങ്ങൾ മേടിച്ച് പോകുന്നവരുണ്ട് കേട്ടോ. ഈ കാറൊക്കെ കൊണ്ട് ഇങ്ങോട്ട് വരുന്നവർ കുറച്ച് സൂക്ഷിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങോട്ട് കടക്കാന്ന് വെച്ചാൽ ബുദ്ധിമുട്ടാണ്. ഈ മഴയും ചളിവിളിയിലൊക്കെ ഈ കാർ ഇങ്ങോട്ട് വരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് മറ്റുള്ളവർക്കും കൂടി ഉണ്ടാവുന്നുണ്ട്. അത് കഴിഞ്ഞതേ ഞങ്ങൾ അവിടെ നിന്ന് കഴിഞ്ഞ് ഇറങ്ങി കുട മേടിക്കാൻ വേണ്ടി കയറി കേട്ടോ. കുട മേടിക്കാൻ കയറിയപ്പോൾ നമ്മുടെ റീൽസിലൊക്കെ വൈറലായ ഒരു എന്താ പറയുക വഴുതനങ്ങ കുട കണ്ടു. അത് കഴിഞ്ഞതേ ഇവിടെ കണ്ടില്ലേ നമ്മുടെ കാളവണ്ടി റേറ്റ് ചോദിച്ചപ്പോൾ 100 രൂപയാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് 100 രൂപയ്ക്ക് അത് മേടിക്കാനൊന്നും പോയില്ല. ഞാനത് കണ്ട് അതിൻ്റെ ഭംഗി കണ്ടിട്ട് ഇങ്ങോട്ട് പോകുന്നു വേഗം തന്നെ. അത് കഴിഞ്ഞാൽ റീൽസിലൊക്കെ കാണുന്ന ഒരു വഴുതനങ്ങ അതിൻ്റെ റേറ്റ് ചോദിച്ചപ്പോൾ 300 രൂപയാണ് പറഞ്ഞത്. നമ്മളിപ്പോൾ സാധനങ്ങൾ മേടിച്ചില്ലെങ്കിലും അതായതൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ട് നടക്കുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ 320 രൂപയാണ് പറഞ്ഞാൽ ചേട്ടൻ മസാല പറഞ്ഞാൽ 300 രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞാൽ എനിക്ക് ആവശ്യമില്ല, ഞാൻ വെറുതെ കാണാൻ വേണ്ടതാണ്. അതേ കഴിഞ്ഞ് ഞാൻ അടുത്ത കടയിലേക്ക് കയറാൻ പോയിട്ടാ. അടുത്ത കടയിൽ എന്ന് പറഞ്ഞാൽ അവിടെ ഫുള്ള് നമ്മുടെ ബിന്ദു പണിക്കർ CID ബസ്സിൽ ഓടണ പോലെയാണ് ഞങ്ങൾ ഈ കടയിൽ നിന്ന് അപ്പുറത്തെ കടയിലേക്കൊക്കെ വേർത്ത് ഇങ്ങനെ ഓടി നടക്കുന്നത്. കാരണം റേറ്റ് കുറഞ്ഞ സാധനങ്ങൾ കിട്ടുമ്പോൾ നമ്മൾ പല റേഞ്ച് കുറവായാലും നമ്മളിങ്ങനെ കുറേ വാരി എടുക്കുമ്പോൾ ഒരുവിധം ബഡ്ജറ്റ് ആവുന്നുണ്ട്. അത് നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രമല്ല കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. കണ്ടില്ലേ ഇവിടെ കണ്ടോ കുറേയധികം വളകൾ കൂട്ടിയിട്ടുണ്ട്. പലതരം വെറൈറ്റി വളകളാണ് കണ്ടത് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഈ സമയത്തൊക്കെ വരുമ്പോഴാണ് നമുക്ക് വെറൈറ്റി വളകളും മാലകളൊക്കെ കാണാൻ സാധിക്കുക. അപ്പോൾ ഞാൻ മക്കൾക്ക് കുറച്ച് വളകളൊക്കെ കൊടുന്ന് മേടിച്ചു. ബ്ലാക്ക് മെറ്റലിൻ്റെ വളകൾ കുറച്ച് മേടിച്ചു. അതേപോലെ മണി കിലുങ്ങുന്ന വള, ഇതൊക്കെ പണ്ടത്തെ ഫാഷനായിരുന്നു. അതൊക്കെ മേടിച്ച് കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ കറങ്ങി. മക്കൾക്ക് ഫുഡ് കഴിക്കാമെന്ന് വെച്ചാൽ പറഞ്ഞു ഫുഡൊന്നും കഴിക്കേണ്ട, നമുക്കൊരു പാനിപ്പൂരി കഴിച്ചാൽ മതി. അവർക്ക് പാനിപ്പൂരിയാണ് മെയിനായിട്ട് ഇഷ്ടം. അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ചൂടോടെ അവൻ ഇങ്ങനെ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് എല്ലാ കൊല്ലമുള്ള കട തന്നെയാണ് കേട്ടോ. ഇവർ എപ്പോഴും നോക്കിയാലും അതായത് തൃശ്ശൂർ പൂരത്തിനായാലും പുലിക്കളിക്കായാലും എപ്പോൾ വന്നാലും നമുക്ക് ഈ കടയിൽ ഈ സ്പോട്ടിൽ തന്നെയാണ് ഈ കട ഉണ്ടാവുള്ളൂ. അപ്പോൾ അവിടെ പാനിപ്പൂരിയും കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പാനിപ്പൂരി 2 പ്ലേറ്റ് മേടിച്ച് പാനിപ്പൂരി കഴിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞതേ ഞങ്ങളിത് അവിടെ നിന്ന് തിരിച്ച് പോരുകയാണ്. പാനിപ്പൂരി കഴിച്ച് കഴിഞ്ഞാൽ
ഞങ്ങൾ തിരിച്ച് പോരുമ്പോൾ ഞങ്ങൾ ഇവിടെ ചെടി വിൽക്കുന്നുണ്ട്, ഡ്രസ്സ് വിൽക്കുന്നുണ്ട്, പലതരം കടകൾ വിൽക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇതിലൊക്കെ കാണാമെന്ന് തോന്നുന്നു. അത്യാവശ്യം തിരക്കും ഉണ്ട് കേട്ടോ. ഒന്നിപ്പോൾ രാവിലെ ഉച്ച നേരമായെന്ന് പറഞ്ഞ കാര്യം ഉച്ചനേരമെല്ലാം അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. 4 മണിക്കൊക്കെ പോയാൽ തീരെ നല്ല തിരക്കായിരിക്കും കേട്ടോ. നമുക്ക് കടക്കാനേ പറ്റില്ല, അത്രയും തിരക്കുണ്ടാവും. നമ്മൾ തട്ടിമുട്ടിയൊക്കെ വേണ്ടിയിട്ട് വേണം നടക്കാം. പിന്നെ ഇവിടെ റൗണ്ടിലൊക്കെ കിടക്കുകയാണെങ്കിൽ പിന്നെ പൂക്കളും പിന്നെ ഊഞ്ഞാലൊക്കെ ഇട്ടുണ്ടാവും കേട്ടോ. അതിൻ്റെ ഇടയിൽ ഷൂട്ടിങ്ങിൻ്റെയും റീൽസ് ചിത്രീകരിക്കുന്നവരൊക്കെ ഇടയിൽ നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങളിത് എല്ലാം കഴിഞ്ഞ് ഇത് വീണ്ടും വടക്കുന്നതിൻ്റെ അവിടേക്ക് തിരിച്ച് വടക്കുന്നതിൻ്റെ അവിടേക്കല്ല പാർമിക്കാൻ്റെ ഫ്രണ്ടിലേക്കാണ് എത്തുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇപ്പോൾ അത് മഴ പെയ്യുണ്ടോ ഇല്ലയെന്ന് അറിയാത്ത ഒരവസ്ഥയിലാണ് നിൽക്കുന്നത്. കാരണം ഇടയ്ക്ക് കാർമേഘം ഇരുണ്ട് മൂടി വരുന്നുണ്ട്. അത് കാരണം ഞങ്ങൾ അധികം നേരം ചിലവഴിക്കാൻ നിന്നില്ല കേട്ടോ. അതേ കൃഷ്ണ വിഗ്രഹം അങ്ങനെ പോലെ ചെടി വിൽക്കുന്നവരുണ്ട്, കുറേ അധികം പല സാധനങ്ങളിൽ നിന്ന് ഞാൻ പറഞ്ഞില്ലേ. പില്ലോ കവർ വിൽക്കുന്നവരുണ്ട്, ബെഡ്ഷീറ്റ് വിൽക്കുന്നവരുണ്ട്, പാൻറ്റ് വിൽക്കുന്നവരുണ്ട്, അതേപോലെ സോഫയുടെ കവർ വിൽക്കുന്നവരുണ്ട്. കുറേ അധികം സാധനങ്ങൾ നമുക്ക് ഇവിടെ ചെന്ന് നമുക്ക് ചീപ്പ് റേറ്റിന് സാധിക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ വീട് നടക്കുകയാണ് കേട്ടോ. നടക്കുമ്പോൾ ആൾക്കാരിപ്പോൾ 12:30 നേരമാണെന്ന് തോന്നും. അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഇന്നുണ്ട്. പിന്നെ ഉത്രാടപ്പാച്ചിലല്ലേ, പിന്നെ കുറേ പേര് കുട്ടികളൊക്കെ ഓണം സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി വന്നവരാന്ന് തോന്നുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ചെടി വിൽക്കുന്നുണ്ട് കേട്ടോ. ഈ ചെടിയൊന്നും വിൽക്കുന്നത് ഞാൻ സാധാരണ കാണാറില്ല. പിന്നെ ഐസ്ക്രീമൊക്കെ ഈ മഴയത്തൊക്കെ ആരാ ഐസ്ക്രീം മേടിച്ച് തിന്നാന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ആൾക്കാർ മേടിച്ച് ഇത് കഴിക്കുന്നവരുണ്ട്. മഴേനെ പോലും വകവയ്ക്കാതെ ഐസ്ക്രീം മേടിച്ച് കഴിക്കുന്നവരുണ്ട് കേട്ടോ. അത് കഴിഞ്ഞതേ കണ്ടില്ലേ, ഓരോരോ തുണിക്കടകളും ഓരോരോ സാധനങ്ങളും നമുക്ക് എടുത്തെടുത്ത് പറയാൻ പറ്റില്ല. അത്രയധികം നല്ല ഭംഗിയിലാണ് നമ്മുടെ റൗണ്ട് ഇങ്ങനെ വർണ്ണശബളമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പുലിക്കളി വരെ ഈ കടകളും സാധനങ്ങളൊക്കെ എല്ലാവരും കണ്ടില്ലേ. ഇവിടുന്ന് പോണവരുടെ കയ്യിലൊക്കെ ഒരുവിധം ചാക്കും സഞ്ചിയൊക്കെ ഉണ്ടാവും കേട്ടോ. കാരണം അത്രയധികം സാധനങ്ങളാണ് നമ്മൾ ഓരോരുത്തരും പർച്ചേസ് ചെയ്ത് മേടിച്ചത് കേട്ടോ. അപ്പം ഞാനും അത്ര മോശമല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ കയ്യിലുണ്ട് അത്യാവശ്യം ബാഗിലാണ് കൊണ്ടുപോയ കാരണം സമാധാനം. എൻ്റെ ബാഗിലാണെങ്കിൽ അത്യാവശ്യം സാധനങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ പൂക്കടക്കാരോടൊക്കെ ബായ് പറഞ്ഞ് പൂക്കടയിലൊക്കെ റീൽസും കാര്യങ്ങളൊക്കെ എടുക്കുന്നവരുണ്ട് കേട്ടോ. ചിലർ പൂവിൻ്റെ ഫോട്ടോ എടുക്കുന്നവരുണ്ട്, ചിലർ റീൽസ് എടുക്കുന്നവരുണ്ട്. എന്നാലും പൂക്കടക്കാരെ ഡിസ്റ്റർബ് ചെയ്യാണ്ട് അവരവരെ തൊഴിലുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞത് ഞങ്ങൾ നേരെ പാർമിക്കാൻ്റെ ഫ്രണ്ടിലേക്ക് എത്തി. പാർമിക്കാൻ്റെ ഫ്രണ്ടിലെത്തിയപ്പോൾ ഊബർ വിളിക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, അവിടെ ഓട്ടോറിക്ഷക്കാരൻ നിൽക്കുന്നുണ്ട്, അവരോട് ചോദിക്കാം. ഊബർ ബുക്ക് ചെയ്ത് പോകുന്നതിന് നല്ലത്, നമുക്ക് ഓട്ടോറിക്ഷക്കാരെ വയറിലടിക്കാനുള്ള ആവശ്യമില്ലല്ലോ. അപ്പം ഞങ്ങളിതേ അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. ഇറങ്ങുന്ന നേരത്താണ് ഈ മറ്റേ കൊട്ട നെയ്യുന്നൊരു ചേട്ടനെ കണ്ടിട്ടോ. കൊട്ട നെയ്യുന്നത് കണ്ടു. അത് കഴിഞ്ഞതേ കണ്ടില്ലേ, നമ്മുടെ തൃക്കാരപ്പിൽ വെക്കുന്ന പൂക്കളും കാര്യങ്ങളൊക്കെ കാണാണ്ട് കേട്ടോ. അത് കഴിഞ്ഞതേ ഞങ്ങൾ തിരിച്ചു പോകുന്ന വഴിയാണ്. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ ഒക്കെ എടുത്ത്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയുള്ളൂ. ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബായ്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ തിരിച്ച് ഓട്ടോയിലാണ് കേട്ടോ. അതേ കുടയും ചട്ടിയും പടിയൊക്കെ, ഒരു കുടയും ഞാൻ മേടിച്ചിട്ടുണ്ടാകും. കുടയും ചട്ടിയും പടിയൊക്കെ കൊണ്ട് തിരിച്ച് പിള്ളേരെയും കൂട്ടി ഞങ്ങൾ സെൻറ്റ് തോമസിൻ്റെ വഴിക്ക് ഓട്ടോയിലാണ് പോകുന്നത് കേട്ടോ. കാരണം ഇന്നിപ്പോൾ ബ്ലോക്കും കാര്യങ്ങളൊന്നും വലിയ കാര്യത്തിൽ ഞങ്ങൾക്ക് കിട്ടിയില്ല. അത് കാരണം സമാധാനം. അപ്പോൾ ഞങ്ങളത് ഓട്ടോ വിളിച്ച് ഞങ്ങളുടെ വീട്ടിലേക്ക് പോകണം. ഇന്നത്തെ വിശേഷം ഇത്രയുള്ളൂ. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബായ്. അപ്പോൾ പോകാത്തവർ വേഗം ഓടിപ്പോകട്ടോ.